അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് ചെറുക്കൻ്റെ കട്ടള വർത്താൻ റാത്തന്നല്ലേ? പിന്നെ ഞാനിന്നിങ്ങനെ മദ്രസയ്ക്ക് കുട്ടികളെ എടുക്കാൻ പോകുന്ന സമയത്തേ ചിരിക്കലാണ് നിവർത്തിയില്ല. ഞാനൊരു വണ്ടിക്കാരൻ കണ്ട, അതായത് റൗണ്ട് ബോൾട്ടിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒന്നായിട്ട് തിരിയണ നാലും കൂടി സ്ഥലം ഉണ്ടല്ലോ, വന്ന് കയറുന്ന സ്ഥലം, അവിടെ റൗണ്ട് ബോൾട്ടാണ്. അവിടെ ഒരു തിരുവനന്തപുരത്താരെ ഇരിക്കണേ, നമ്മളെ അറിഞ്ഞ ഒരാളാട്ടോ. അപ്പം ഞാൻ ജിദ്ദ ഹറാജി എന്നൊക്കെ പരിചയമുള്ള മൂപ്പര പരിപാടി എന്താണെന്നറിയോ, ഈ കംപ്ലൈൻ്റ് ആയ വണ്ടികൾ കെട്ടി പിന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന പരിപാടിയാണുള്ളത്. അപ്പോൾ ഞാൻ നിർത്തി വർത്താനം പറഞ്ഞ് മൂപ്പര് അറിയല്ലേ, ഞാൻ രാവിലെ 8 മണിക്ക് വന്നാണ്, പണിയില്ല, വളരെ മോശമാണെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ. സാമൻ പറഞ്ഞു തരാൻ, അദ്ദേഹം രാവിലെ കുളിച്ച് മാറ്റി ഇറങ്ങണത് പടച്ചോനെ ഇന്ന് നല്ല പണി ഉണ്ടാണെന്ന് പറഞ്ഞാൽ ആളെ ഉദ്ദേശം എന്താണ്, വേറെ വണ്ടി കംപ്ലൈൻ്റ് ആയി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അത് ഏറ്റി കൊണ്ടുപോവുക, അതാണല്ലോ അയാളെ നെയ്യത്ത്, അയാളെ തൊഴിലതാണ്. പക്ഷെ നമ്മളെ പോലത്തെ ഒരു പിന്നെ വണ്ടി ഓടുന്ന ഒരവസ്ഥ എന്താ, പടച്ചോനെ ഒരു ആക്സിഡൻറ്റ് നടത്തല്ലേ, വണ്ടി കംപ്ലൈൻ്റ് ആക്കല്ലേ, വൈമല് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണേ. അപ്പോൾ സത്യത്തിൽ ഞാനത് ആലോചിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഓരോരുത്തർ തൊഴിലിൻ്റെ സംഭവങ്ങളെ, ഒരാൾക്ക് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വേണം മൈസത്ത് കഴിയാൻ, മറ്റേ ആൾക്ക് വണ്ടി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലെ പൈസ നഷ്ടപ്പെടും, പിന്നെ മൈസത്തിനുള്ള പൈസ കൂടി തയ്യൂല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ പണ്ടൊരു മൂലയായി വയത് അറിഞ്ഞില്ലേന്, വയലിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് ഓരോ എഴുത്തിങ്ങനെ എഴുതി കൊടുക്കുക. ആ സമയത്ത് ഒരു പെണ്ണുങ്ങളെൻ്റെ ഭർത്താവിന് ജോലിയില്ല, ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ദുആൻ്റെ ഇടയിൽ കൂടി പിന്നെ മൂലേരി ചോദിച്ചു പെണ്ണിനോട്, അല്ല നിങ്ങളെ ഭർത്താവിന് എന്താ ജോലി എന്ന്. ഭർത്താവിന് ജോലി കബറ് കുഴിച്ചലാണല്ലോ. എങ്ങനെയുണ്ട് തോർക്കാൻ പറഞ്ഞത്. അപ്പോൾ ഓരോരോ മൈസത്താണ്, അത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്ന്, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു വന്നാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.